എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് റിവ്യൂ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളോടുള്ള അവരുടെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നതല്ല എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ യൂണിക്കോൺ അഥവാ കുതിരയെ ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളോടുള്ള അവരുടെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഏത് സമയത്തും ഏത് ചിന്തയിലും നിങ്ങൾ മാത്രമാണുള്ളത്. അവർ ഒരു സ്വപ്നലോകത്താണ്. നിങ്ങളോടുള്ള അവരുടെ സ്നേഹത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവർ സ്വപ്നം കാണുകയാണ്. പലപ്പോഴും സ്വന്തം കടമകളും സ്വന്തം ചെയ്യുവാനുള്ള ജോലികളൊന്നും ചെയ്യാതെ കേവലം നിങ്ങളെ സ്നേഹിക്കുക, അന്ധമായി ഭ്രാന്തമായി നിങ്ങളെ സ്നേഹിക്കുക, യാഥാർത്ഥ്യങ്ങളുടെ ലോകത്ത് നിന്ന് മാറി ചിന്തിക്കുക. യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തിൽ അവരില്ല എന്ന് തന്നെ പറയാം. അവർ എപ്പോഴും ഫാൻറ്റസിയുടെ ലോകത്താണ്. സ്വപ്നം കാണുകയാണ്. നിങ്ങളോടുള്ള ജീവിതം, നിങ്ങളോടുള്ള സമീപനങ്ങൾ എപ്പോഴും പ്രണയാർദ്രമായി തന്നെ നിങ്ങൾ ഉണ്ടാകണമെന്ന് അവരാഗ്രഹിക്കുന്നു. പ്രണയമില്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു മുഷിപ്പാണ്. പക്ഷേ സ്വന്തം ജീവിതത്തിൻ്റെ അന്നേക്കുള്ള അന്നം തേടുന്ന കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾക്കോ അല്ലെങ്കിൽ പാഴായി കളയുന്ന ജീവിതത്തിൻ്റെ ഓരോ സമയങ്ങളെക്കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നില്ല. നിഷ്കളങ്കതയാണോ എന്ന് ചോദിച്ചാൽ നിഷ്കളങ്കതയാണ്. പക്ഷേ ഉത്തരവാദിത്വമില്ലായ്മയാണോ എന്ന് ചോദിച്ചാൽ അത് ഉത്തരവാദിത്വമില്ലായ്മയായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. അങ്ങനെ ജീവിതത്തിൽ ഒന്നും നേടാതെ പോകാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. കാര്യം ശരിയാണ്, നിങ്ങളോടുള്ള ആ വ്യക്തിയുടെ സ്നേഹം അവസാനിക്കുന്നില്ല, ഇഷ്ടം അവസാനിക്കുന്നില്ല. പക്ഷേ സ്വന്തം കാര്യങ്ങളോടും സ്വന്തം പ്രവൃത്തികളോടും ഉത്തരവാദിത്തം കാണിക്കാതെ എപ്പോഴും മാറി നിന്ന് പ്രവർത്തിക്കുന്നു. അത് ആ വ്യക്തിയിൽ നഷ്ടമുണ്ടാക്കും. ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനൊന്നും നിങ്ങളോട് പോലും അരിശം കാണിക്കും. എന്തിനാണ് ഇത്ര സമയം കളയുന്നത്, എന്തുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നില്ല, എന്നോട് സംസാരിക്കുന്നില്ല, മറ്റുള്ളവരോട് സംസാരിക്കുന്നു, അങ്ങനെയുള്ള ചില പരാതികളുമായിട്ട് അവർ വരുന്നുണ്ട്. ഇതെല്ലാം സ്നേഹ കൂടുതൽ കൊണ്ടാണ്. പലപ്പോഴും നിങ്ങൾക്ക് ആ സ്നേഹ കൂടുതലുകൾ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളിലേക്ക് അവരുടെ ഭാഗത്തുനിന്ന് പോകും. പക്ഷേ യഥാർത്ഥത്തിൽ അവർ നിങ്ങളെ ഹൃദയതുല്യമായി സ്നേഹിക്കുകയാണ്. അവർ നിങ്ങളെ എപ്പോഴും സ്നേഹിക്കുകയും എപ്പോഴും ഇഷ്ടപ്പെടുകയും ചെയ്യുകയാണ്. അവർക്ക് നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള സ്നേഹം മാത്രമാണ് എപ്പോഴും ഉള്ളത്. ആ സ്നേഹം കുറച്ച് കാണിക്കാനോ അല്ലെങ്കിൽ ആ സ്നേഹം കാണിക്കാതിരിക്കാനോ ഒന്നും അവർക്ക് കഴിയില്ല. അവരുടെ മനസ്സിലാകെയുള്ളൊരു ചിന്ത എന്ന് പറഞ്ഞാൽ നിങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും, നിങ്ങൾ സ്നേഹിക്കുന്നതിൽ നിന്ന് അവർക്ക് ഒരു പിൻവലിയലില്ല. എപ്പോഴും നിങ്ങളെ സ്നേഹിച്ചു കൊണ്ടേയിരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ ജീവിതം തന്നെ നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഒരിക്കൽ പോലും നിങ്ങളുടെ സ്നേഹം ഇല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവരുടെ ജീവിതം അങ്ങനെയാണ് ഉണ്ടാക്കിപ്പെട്ടിരിക്കുന്നത്. അവർക്ക് നിങ്ങളെ അല്ലാതെ മറ്റൊരാളെ സ്നേഹിക്കാനോ നിങ്ങളുടെ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാനോ ഒന്നും സാധിക്കില്ല. സദാസമയവും നിങ്ങളെ സ്നേഹിച്ച് ഒരു ഭ്രാന്തൻ നിലപാടിലേക്ക് അവർ പോയെന്ന് പറഞ്ഞാൽ കുറ്റം പറയാൻ കഴിയില്ല. നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളെ ഇഷ്ടപ്പെടുക, വീണ്ടും സ്നേഹിക്കുക, ഇതല്ലാതെ അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ നിഘണ്ടുവിൽ ഒന്നുമില്ല. എപ്പോഴും സ്നേഹിക്കുക, ജീവിതത്തിൻ്റെ മറ്റു ഉത്തരവാദിത്തപ്പെട്ട മേഖലകളിൽ നിന്നൊക്കെ പിന്മാറി ഒന്നുമില്ലാതെ ആകുന്നൊരവസ്ഥ അതവരുടെ ജീവിതത്തിൽ സംജാതമാകുന്നുണ്ട്. എല്ലാത്തിൽ നിന്നും പിന്മാറി തൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയായിട്ട് മാറുകയാണ്. അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ അവർക്ക് കഴിയുന്നില്ല, ഒരിക്കലും കഴിയില്ല. കാരണം അവരൊരു ഫാൻറ്റസിയുടെ ലോകത്താണ്. അവിടെ സ്നേഹം മാത്രമേ ഉള്ളൂ. അടുത്തതായി ചിത്രശലഭം ഫയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. എവിടെയും പാറിപ്പറന്ന് നടക്കുന്ന സ്വഭാവമാണ് ചിത്രശലഭത്തിനുള്ളത്. അതുപോലെ തന്നെയാണ് ഈ വ്യക്തിക്കും, നിങ്ങളുടെ ഈ വ്യക്തിക്കും. എന്ത് കണ്ടാലും അതിലേക്ക് ആകർഷിക്കപ്പെടുക, എന്ത് കണ്ടാലും അതിലേക്കൊന്ന് എത്തി നോക്കുക. ജീവിതത്തിലെ ക്ഷണികമായ പല അനുഭവങ്ങളും ഒന്ന് ആസ്വദിച്ചറിയുക. ഒരിടത്തും മനസ്സ് ഉറക്കാറില്ല. സാധാരണ രീതിയിൽ ഒരിടത്തും മനസ്സ് ഉറച്ചു നിൽക്കാറില്ല. എപ്പോഴും എന്തിനെങ്കിലൊക്കെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, എപ്പോഴും എന്തിനെങ്കിലൊക്കെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഒന്ന് കഴിയുമ്പോൾ ഒന്ന്. എന്താണ് ജീവിതത്തിൽ ആഗ്രഹമെന്ന് ചോദിച്ചാൽ ഈ വ്യക്തി പെട്ടുപോകും. ഒരാഗ്രഹമൊന്നുമല്ല ഈ വ്യക്തിക്ക്. ഓരോ തരത്തിലുള്ള ആഗ്രഹങ്ങളും ഓരോ തരത്തിലുള്ള ഇഷ്ടങ്ങളുമായിട്ട് ഈ വ്യക്തിയുടെ ജീവിതം അങ്ങനെ കടന്നു പോവുകയാണ്.
ഒരിക്കലും ഒരു കാര്യത്തെ മാത്രം സ്നേഹിക്കാനോ ഒരു കാര്യത്തെ മാത്രം ഇഷ്ടപ്പെടാനോ അവർക്ക് കഴിയില്ല. ഒരേ സമയത്ത് തന്നെ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന സ്വഭാവക്കാരാണ് ഇവർ. ഒരേ സമയത്ത് തന്നെ ഒരു കാര്യം ചെയ്താൽ ഇവർക്ക് ബോറടിക്കും. പക്ഷേ നിങ്ങളോട് മാത്രം ഇവർക്ക് ഇഷ്ടമുണ്ട്, നിങ്ങളോട് മാത്രം സ്നേഹമുണ്ട്, നിങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരാളായിട്ട് കാണുകയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു വേദന വന്നാൽ ഇവർക്ക് സഹിക്കില്ല. നിങ്ങളെ വേദനിപ്പിക്കുന്നവരോട് ഇവർക്ക് വല്ലാത്ത വൈരാഗ്യമാണ്. മുന്നും പിന്നും നോക്കാതെ ചിലപ്പോൾ ഇവർ പ്രതികരിച്ചേക്കാം. പക്ഷേ ഇവരുടെ ജീവിതത്തിൽ ഒരർത്ഥവുമില്ലയെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിപ്പോവും. കാരണം ഇവർ നല്ല കഴിവുള്ളവരായിരുന്നു. പക്ഷേ ഇവരെക്കുറിച്ച് ഇവർ ചിന്തിക്കുന്നില്ല. എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചാൽ മതിയെന്ന് ഇവർ ചിന്തിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഇവർ കുറച്ചുകൂടിയും കാര്യക്ഷമതയോടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് കീർത്തി നേടുന്ന, ജീവിതത്തിൽ ഒരുപാട് മുന്നോട്ടുണ്ടാക്കുന്നവരായിട്ട് മാറും. നിങ്ങളെ മാത്രമാണ് അവർ മനസ്സറിഞ്ഞ് സ്നേഹിച്ചത്. ഒന്നിലും ഉറക്കാത്ത മനസ്സും ഒരാളിൽ മാത്രം ഒതുങ്ങാത്ത സ്നേഹവും പ്രണയവുമാണ് യഥാർത്ഥത്തിൽ ഇവർക്കുള്ളത്. പക്ഷേ നിങ്ങളവരെ തോൽപ്പിച്ചു. ആ കാര്യത്തിൽ നിങ്ങളെ ഇഷ്ടപ്പെട്ട്, നിങ്ങളെ കണ്ട്, നിങ്ങളെ മനസ്സിലാക്കി, നിങ്ങളോട് പെരുമാറിയതിന് ശേഷം നിങ്ങളെ മാത്രം സ്നേഹിക്കുന്നൊരു മനസ്സുമായിട്ടാണ് ഇവർ നടക്കുന്നത്. നിങ്ങളെ മാത്രം സ്നേഹിക്കുന്നൊരു മനസ്സുമായിട്ടാണ് ഇവർ സഞ്ചരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ നിങ്ങളിവരെ കീഴ്പ്പെടുത്തി. ഇവർ നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ ഉദ്ദേശിച്ചവരായിരുന്നില്ല. ഒരുപാട് ആളുകളെ സ്നേഹിച്ചതുപോലെ, ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ടതുപോലെ നിങ്ങളിലേക്ക് എത്തിപ്പെട്ടതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളിവരെ തോൽപ്പിച്ച് കളഞ്ഞു. നിങ്ങളിവരെ തോൽപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ഇവർക്ക് നിങ്ങളുടെ സ്നേഹം തള്ളിക്കളയാൻ കഴിയുന്നില്ല. ഇവർക്ക് നിങ്ങളിൽ നിന്ന് അകലാൻ കഴിയുന്നില്ല. ഇവർ നിങ്ങളിലേക്ക് അടുത്ത് പോയി. ഇവരുടെ സ്വഭാവത്തിൽ നിങ്ങളോടുള്ള ഇഷ്ടമോ നിങ്ങളോടുള്ള താല്പര്യമോ ഇതൊന്നും മറച്ചു വെക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ ഇവരെ കീഴ്പ്പെടുത്തുകയായിരുന്നു. ആർക്കും കീഴ്പ്പെടുത്താതെ പാറിപ്പറന്ന് നടന്ന ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ കൊടുത്ത സ്നേഹം കൊണ്ട് ആ വ്യക്തിക്ക് പിന്നീട് പാറിപ്പറക്കാൻ കഴിയാതെയായി. നിങ്ങളിൽ ഉറച്ചുപോയി ആ വ്യക്തി. ഇപ്പം നിങ്ങളെക്കുറിച്ചാണ് ഇവർ ചിന്തിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ തള്ളിക്കളയാൻ ഇവർക്ക് കഴിയില്ല. ഇവർ ഒരു പക്ഷേ ശ്രമിച്ചിരിക്കാം, എല്ലാവരെയും പോലെ നിങ്ങളെ അവഗണിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഇവർക്ക് സാധിക്കുന്നില്ല. ഇവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒരു ശക്തിയായിട്ട് മാറി. അത് നിങ്ങൾ മാറിക്കഴിഞ്ഞപ്പോൾ ആ വ്യക്തിക്ക് മാറാൻ കഴിയുന്നില്ല. ആ വ്യക്തിക്ക് അതിൽ നിന്ന് പിന്മാറാൻ കഴിയുന്നില്ല. കാരണം ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങളിൽ അത്ര ശക്തമാക്കാൻ നിങ്ങളുടെ പ്രണയത്തിന് സാധിച്ചു. നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ സ്നേഹവും സഹായവും സഹകരണവും നന്മയും ആത്മാർത്ഥമായ സ്നേഹവുമായിരിക്കാം ഒരു പക്ഷേ ആ വ്യക്തിയെ നിങ്ങളെ സ്നേഹിക്കാതെ പോകാൻ അനുവദിക്കാതിരുന്നത്. ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളാണ്, നിങ്ങൾ മാത്രമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.